എപ്പോഴും ഒരാളെ പറ്റി വെറുപ്പോടുകൂടി നമ്മൾ ഉള്ളിൽ ഓർമ്മിക്കുമ്പോഴൊക്കെയും അങ്ങനെ ഓർമ്മിക്കപ്പെടാനോ അങ്ങനെ ദേഷ്യം കാണിക്കാനോ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ന്യൂറോ കെമിക്കൽസും നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഫിയർ ഹോർമോൺസ് ആയിട്ട്, സ്ട്രെസ് ഹോർമോൺസ് ആയിട്ട്, അഡ്രിനാലിനായിട്ട്, കോർട്ടിസോളായിട്ട് ഒക്കെ അത് നമ്മുടെ ശരീരത്തിലേക്ക് സ്ഥിരമായി സ്ഥാനം പിടിക്കുകയും നമ്മുടെ ബ്ലഡ് സ്ട്രീമിൻ്റെ ഭാഗമായി മുഴുവൻ കോശങ്ങളിലേക്കും ഇത്തരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസ് സ്ഥിരമായി എത്തിപ്പെടുകയും ആ വ്യക്തിയോടുള്ള വെറുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയും ക്രമേണ അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് വെറും വെറുപ്പ് മാത്രമല്ല, പകരം അത് മാംസനിബദ്ധമായ ശരീരനിബദ്ധമായൊരു വെറുപ്പാണ്. ശരീരത്തെ തന്നെ ഹാം ചെയ്യുന്ന, ശരീരത്തെ തന്നെ ഉപദ്രവിക്കുന്ന, സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് നമ്മൾ മറ്റൊരാളെ വെറുക്കുക എന്നുള്ളത്. മറ്റൊരാളോട് നാം സ്ഥിരമായി ദേഷ്യം പുലർത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് തന്നെ അനീതി ചെയ്യുന്നു എന്നുള്ളതാണ്. നാം നമ്മുടെ ശരീരത്തെ തന്നെ അനാരോഗ്യകരമായി സ്വാധീനിക്കുന്നു എന്നാണ്.